ഓക്കെ അച്ഛാ, സ്റ്റാർട്ട്. സ്വർഗീയപിതാവിന്റെ നാമം പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഈ രാത്രികാലം മഹത്വപ്പെടുമാറാകട്ടെ. പിതാവാകിയ ദേവനുടെ നാമം നമ്മുടെ കർത്താവാകിയ യേശു ക്രിസ്തുവിൻ വായലാകെ നമുക്കനേവർക്കുള്ളേയും മഹിമപ്പെടുവതാകെ ആമേൻ. ഈ രാത്രികാലം പല സ്ഥലങ്ങളിലും രാജ്യങ്ങളിലുമായി കുടുംബങ്ങളുമായി ഒരുമിച്ചായിരിക്കാനൊപ്പം സ്വർഗം അനുവദിച്ച സമയത്ത് ഞാൻ ആദ്യം തന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യകളിലെ പല ഊരുകളിലെ പല നാടുകളിലായിരുന്ന നാം അനേവരുമാകെ இந்த சிஸ்டத்தின் வழியாக தேவனுடைய சமூகத்தில் அமரும்படி பிதாவாகிய தேவன் பாராட்டின் அன்புக்காக மறுபடியுமாக தேவனை மகிமைப்படுத்துகிறேன். കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, 2-3 പേരെ എന്റെ നാമത്തിൽ ഒരുമനപ്പെട്ട് കൂടുന്നിടത്ത് ഞാൻ ഇതിന്റെ നടുവിലുണ്ടായിരിക്കും എന്ന് വാഗ്ദത്തം ചെയ്തതിനാൽ കർത്താവ് നമ്മുടെ നടുവിലുള്ള പ്രവയ്ക്കായിട്ടുണ്ട്. നമ്മുടെ കർത്താവാകിയ യേശു ക്രിസ്തു சொன்னது போல 2 பேர் 3 பேர் என் நாமத்திலே எங்கே கூடி வந்திருந்தாலும் அவர்கள் நடுவில் நான் இருப்பேன் சொன்ன வசனத்தின்படியாக அவர் நம்ம மத்தியில இருக்கிறார். നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ നടുവിലുള്ളപ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ സ്വർഗീയപിതാവ് നമ്മുടെ നടുവിലുള്ള ഭവിക്കായിട്ട് സ്തോത്രം. നമ്മുടെ കർത്താവാകിയ യേശു ക്രിസ്തു നമ്മുടെ മധ്യയിൽ ഇരിക്കുന്നത് പോലെ അത് നമ്മുടെ പിതാവാകിയ ദേവനും നമ്മോടുകൂടെ ഇരിക്கிறார். ആ സാന്നിധ്യത്തിൽ ആയിരിക്കുന്നത് എത്രയോ സന്തോഷകരമാണ്. தேவனுடைய சமூகம் நமக்கு பேரின்பத்தையும் மகிழ்ச்சியையும் கொண்டு வருகிறது. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുന്നത് ഏറ്റവും സന്തോഷകരമാണ്. தேவனுடைய சமூகத்திலே நாம் அமருகிறது மிகவும் சந்தோஷமான ஒரு விஷயம். എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമാണ് 1 യോഹന്നാന്റെ പുസ്തകം 1-ാം അധ്യായത്തില്. അവിടെ യോഹന്നാൻ പറയുന്ന കാര്യമുണ്ട്, ഞങ്ങളുടെ കൂട്ടായ്മയും അത് പിതാവാ ദൈവത്തോടും കർത്താവായ യേശു ക്രിസ്തുവിനും. அநேக நேரங்காலங்களிலே இந்த வேத பகுதியே அதை 1 யோவான் அதை 1-ஆம் அதிகாரம் அதிலே 3-ஆம் வசனம் தேவன் என்னிடத்திலே பேசுகிற வார்த்தையாயிருக்கிறது. எங்கள் ஐக்கியமோ பிதாவோடும் அவருடைய குமாரனாகிய യേശു ക്രിസ്തുവോടും എங்களுக்கு ഐക്യമുണ്ട്. അവര് അനുഭവിച്ച കാര്യങ്ങൾ ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ തൊട്ടത്, അത് നിങ്ങൾക്കും ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകാൻ വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. நாங்கள் பெற்றுக்கொண்டதையும் நாங்கள் கண்டதையும் தொட்டதையும் உங்களுக்கு நினைவூட்டும்படியாக இதை நாங்கள் எழுதியிருக்கிறோம். ദൈവരാജ്യ സന്ദേശത്തിലൂടെ വളർച്ച പ്രാപിച്ച ഓരോ ദൈവവേദിയിലും ആ സ്വർഗീയ കൂട്ടായ്മയുടെ സന്തോഷമാണ് അനുഭവിക്കേണ്ടത്. தேவனுடைய ராஜ்யத்திலே பிறந்த ஓரோ தேவனுடைய மக்களும் பரலோக ராஜ்யத்தினுடைய சந்தோஷத்தையும் மகிழ்ச்சியையும் இழந்து போகாதபடி நாம் அதிகமாக கவனமாக அதிலே காத்திருக்க வேண்டும். വീണ്ടും ജനിച്ച ഓരോ ദൈവവൈദികനും ആ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ തക്കോണം ആ സ്വർഗീയ പൗരത്വം ലഭിച്ചവരാണ്. மறுபடியும் பிறந்த நாம் அனைவரும் தேவனுடைய ராஜ்யத்தில் பிறந்திருக்கிறபடினாலே அந்த மகிழ்ச்சியிலே நீடிக்கும்படியாக தேவன் നമ്മെ அதை விரும்புகிறார். അതുകൊണ്ടാണ് ഫിലിപ്പിയർക്കുള്ള ലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ഞങ്ങളുടെ പൗരത്വം അത് സ്വർഗത്തിൽ. அதனால்தான் அப்போஸ்தலனாகிய பவுல் பிலிப்பியருக்கு எழுதிய நிருபங்களிலே வாசிக்கும் பொழுது எங்கள் குடியிருப்பு பரலோகத்தில் இருக்கிறது என்று தெளிவாக அந்த இடத்துல எழுதியிருக்கிறோம். എന്തിനാ പൗരത്വം കിട്ടിയിരിക്കുന്നത്? നാം അവിടെ ജീവിക്കാൻ വേണ്ടിയാണ്. எதற்காக பரலோக குடியுரிமை தேவன் நமக்கு கொடுத்திருக்கிறார் என்பது கேட்கும் பொழுது நான் அந்த பரலோகத்திலே குடியிருக்கிறதும் அங்கே வாசம் பண்றதுக்காக மட்டும்தான் தேவன் நம்மை அந்த இடத்திலே வைத்திருக்கிறோம் என்பதை நாம் மறந்துவிடக்கூடாது. അതുകൊണ്ടാണ് കൊലോസ്യർക്കുള്ള ലേഖനം 1:13 പറയുന്നത്, നിങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ചു നിങ്ങളെ പുത്രനായ യേശുവിന്റെ രാജ്യത്ത് ആക്കി വെച്ച ആ പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നതായിരുന്നു. அதனால கொலோசை நிருபம் 1-ஆம் அதிகாரம் பார்க்கும் பொழுது இருளின் அதிகாரத்தில் നിന്ന് நம்முடைய அன்பின் குமாரனுடைய ராஜ்யத்திற்காக நம்மை அழைத்திருக்கிறோம் என்பதையும் அந்த இடத்திலே வசனத்தின் மூலமாக திடப்படுத்திக் கொள்ள வேண்டும். ഹല്ലേലൂയ. ദൈവവൈദ്യ നാമ സാന്നിധ്യം ഓരോ ദിവസവും നാം അനുഭവിക്കുന്നുണ്ട്. தேவனுடைய மக்களே, அதை தேவனுடைய அந்த பிரசன்னத்தை தேவனோடுள்ள ஐக்கியத்திலே எப்பொழுதும் நாம் காணப்படுகிறோமோ என்பதை நாம் நம்மே சற்றும் அதை யோசித்து பார்க்க வேண்டும். കാരണം നാം ദൈവത്തിന്റെ മക്കളാണ്. நாம் அனைவருமே தேவனுடைய பிள்ளைகளாயிருக்கிறோம்.
നാം എപ്പോഴും ജീവിക്കേണ്ടത് നമ്മുടെ സത്യപിതാവിന്റെ മുമ്പിലാണ്. നാം എല്ലാ നേരം കാലങ്ങളിലും എപ്പോഴും എങ്കെയും നാം വാഴ വേണ്ടത് ദേവനുடைய അതേ സമൂഹത്തിലെ നാം എപ്പോഴും വാഴ വേണം. നാം എപ്പോഴും അവിടെയാണ് ആയിരിക്കുന്നത് എന്ന ബോധ്യം എപ്പോഴും നമുക്ക് വേണ്ടതാണ്. നാം എപ്പോഴുമേ നമ്മുടെ ദേവനോടുകൂടെ നാം ഇരിக்கிறோம் என்பது அந்த നിனைവ് നമ്മുടെ வாழ்க்கையில் എപ്പോഴുമേ ഇരിക്കവേ. കാരണം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളോ വിചാരങ്ങളോ ഓരോ ദിവസവും നാം വിട്ടുവിട്ട് മാറുന്നതിലൂടെ മാത്രമേ നമുക്ക് ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. தேவனுடைய மக்களையும் நாம் அனைவரும் உலக சிந்தனைகளையும் உலகத்துக்குரிய காரியங்களையும் விட்டு தேவனோடு அதை ஒப்புரவாகி தேவனோடு ஐக்கியமாയിരിക്കുമ്പോൾ மட்டும்தான் அந்த தொடர்பிலே நாம் நீடிக்க முடியும். കാരണം കർത്താവിന്റെ വചനം പറയുകയാണ്, ലോകത്തിന്റെ സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. தேவனுடைய வசனம் இவ்விதமாக சொல்கிறோம், உலக அன்பு தேவனுக்கு அதை விரோதமாயிருக்கிறது என்பது. തൊട്ടു താഴെ പറയണം, ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുന്നവനെല്ലാം ദൈവത്തിന് ശത്രുവാണ്. உலகத்தை நேசிக்கிறவன் தேவனுக்கு எதிரியாயிருக்கிறார் என்பதையும் அந்த கீழே வசனங்களிலே பார்க்கும் பொழுது നാം அதை കണ്ടുകൊള്ള முடியும். അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, നിങ്ങളെ ഈ ലോകക്കാരായിരിക്കാതെ ഈ ലോകത്തിന് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കും. அதனாலதான் யோவான் சுவிசேஷத்திலே இவ்விதமாக சொல்ல காரணம், நீங்கள் உலகத்தார் அல்லே, அதனால உலகத்திலிருந்து உங்களை தெரிந்து கொண்டேன் என்று அந்த வசனங்களிலே நாம் பார்க்க முடியும். വീണ്ടും ജനിച്ച ഓരോ ദൈവ പൈതലും ആ ദൈവ സാന്നിധ്യത്തിലാണ് നാം എപ്പോഴും ആയിരിക്കുന്നത്. மறுபடியும் பிறந்த ஓரோ தேவனுடைய பிள்ளைகளும் தேவனுள்ள ஐக்கியத்திலும் அந்த ஐக்கியத்திலே நாம் தொடர்ந்து தேவ சமூகத்திலே காணப்பட வேண்டும். നാം ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു അല്പസമയം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി, ദൈവം ചെയ്യാൻ വേണ്ടി ഉള്ള സ്ഥലം മാത്രമാണ്. இந்த பூமியிலே வாழ்க்கையானது நாம் தேவ சித்தத்தை அறிந்து தேவனை அறிந்து அவருடைய சித்தத்தின்படி வாழக்கூடிய நேரம் காலங்களாக நம்மை அமைக்க வேண்டும் என்பதையும் நாம் மறந்துவிடக்கூடாது. ഇവിടുത്തെ പൗരത്വം നമ്മളെ മടക്കി വിളിക്കുമ്പോൾ ആ പൗരത്വം നഷ്ടപ്പെട്ടു. இந்த உலகத்துக்குரிய அதே குடியுரிமையை நம்மை அதே மரணம் வரை தான் அதோட அந்த குடியுரிமை நம்மை விட்டு பறிக்கப்படுகிறது. എന്നാൽ നാം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആ സ്വർഗീയ കൂട്ടായ്മ നാം ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പൗരത്വം നിത്യമായ പൗരത്വമാണ്. தற்காலிகமான இந்த சரீரத்திலே குடியுரிமையில் இருக்கும் பொழுது அதை இருந்து கொண்டு நாம் அதை நீடித்த நாட்களாக அந்த குடியுரிமையை, தேவனுடைய ராஜ்யத்துக்குரிய குடியுரிமையை இந்த தற்காலிகமான குடியுரிமைக்குள்ளே இருந்து கொண்டு நாம் அதில் நீடித்த நாட்களாக தேவனுடைய ராஜ்யத்தின் குடியுரிமையிலே நாம் வாழ வேண்டும். അപ്പോസ്തലനായ പൗലോസൊക്കെയും ഈ കൂട്ടായ്മ ധാരാളമായി അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. அப்போஸ்தலனாയ பவுலை நாம் பார்க்கும் பொழுது அவரும் இந்த மாதிரி தேவனோடு ஐக்கியத்திலும் அந்த குடியுரிமையிலும் அவர்கள் നീടിത്തിരുന്നதாக വേദാമത്തിലെ നാം അറിந்து കൊള്ള முடியும். അതുകൊണ്ടാണ് തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ അതിൽ കുറേയേറെ കാര്യം തിമോത്തിയോസിനോട് പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പിതാവായ ദൈവത്തെയും കർത്താവായ യേശു ക്രിസ്തുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും കൂടെ സാക്ഷിയാക്കി പറയും. அதனாலே பவுல் தீமோத்தேயுவுக்கு நிருபம் எழுதும்போது அதை பிதாவாகிய தேவனையும் அதை கர்த்தராகிய இயேசுவின் சாட்சி நிறுத்தி சொல்றாங்க, அதை நான் உங்களுக்கு கட்டளை இடுகிறேன் என்று சொல்லியிருக்கேன். എത്രയോ ആനന്ദകരമായ ഒരു ജീവിതമാണ്. எவ்வளவு மகிழ்ச்சியான ஒரு அருமையான அதை திட்டம் தான் தேவன் நமக்கு கொடுத்திருக்கிறது. അതാണ് നമ്മള് എബ്രായർക്കുള്ള ലേഖനം 12-ാം അധ്യായം വായിക്കുമ്പോഴും ആ 7 സാഹചര്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ അവസാനം പറയാണ്, അവിടെയല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. அதனாலதான் எபிரேய நிருபத்திலே வாசிக்கும் பொழுது அங்கே 7 காரியங்களை சொல்லி இருக்கிறது, அந்த இடத்திற்கு நீங்க வந்து விட்டீர்கள் என்று அந்த வசனத்திலே குறிப்பாக சொல்லப்பட்டிருக்கிறது. നാം ഒരു ദൈവ പൈതലാണെങ്കിൽ നാം ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിയും. நான் ஒரு தேவனுடைய பிள்ளையா இருந்தால் தேவனுடைய சமூகத்தையும் அவருடைய அன்பையும் நாம் அதிகமாக ருசிக்க வேண்டும். ഈ രാത്രികാലവും നമുക്ക് ആ സാന്നിധ്യത്തിന്റെ നടുവിൽ ആയിരിക്കാൻ തൊക്കുന്നു സ്വർഗം അനുവദിച്ച ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. இந்த இரவுகளிலும் நாம் அதை தேவனுடைய சமூகத்திலே அவருடைய மகிமைக்குள்ளே இருக்கும்படி பிதாவாகி தேவன் பாராட்டின் அன்புக்காக மறுபடியுமாக தேவனை மகிழ்படுத்து. നാം ദൈവരാജ്യ സുവിശേഷത്തിലൂടെയുള്ള ആത്മീയ ജീവിതത്തിൽ നാം കാണുന്ന ഒരു കാര്യം,
നാം ഇതെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിന് നാം കീഴടങ്ങിയിരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ആത്മീയമായി വളരുവാൻ കഴിയൂ. ஆவிக்குரிய மண்டலத்திலே நாம் வளர்ச்சி அடைய வேண்டுமானால் வேத வசனத்திலே சொல்லப்பட்டிருக்கிறதான சத்தியங்களுக்கு நம்ம கீழ்ப்படிந்து செயல்படும்போது மட்டும்தான் அதை ஆவிக்குரிய மண்டலத்திலே நாம் வளர்ச்சி அடைய முடியும். എബ്രായരുടെ ലേഖനം 12:9 വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങിയിരുന്നവർ. எபிரேய நிருபம் 12ஆம் அதிகாரம் அதுல 9ஆம் வசனம் வாசிக்கும் பொழுது ஆவிகளின் பிதாவுக்கு அதை அதிகமாகி அடங்கி அடங்கி நடக்க வேண்டும் என்று அந்த வசனங்களிலே சொல்லப்பட்டிருக்கிறது. 4:7 വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: ദൈവത്തിന് കീഴടങ്ങുകയെന്നവർ. அதை அடுத்து நாம் படிக்கும் பொழுது அதை தேவனுக்கு கீழ்ப்படியுங்கள் என்று வசனத்தில் எழுதியிருக்கிறது. നമ്മോടും ഗലാത്യർക്കുള്ള ലേഖനം 4:2 വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: പിതാവ് നിശ്ചയിച്ച ഔദ്യോഗികവും രക്ഷകന്മാർക്കും ഇരവിചാരവുമാർക്കും നമ്മൾ കീഴടങ്ങി. கலாத்தியர் 2ஆம் அதிகாரத்திலே பார்க்கும் பொழுது பிதாவாகிய தேவன் அதை விரும்புகிற நாள் வரைக்கும் அதை நம்ம அதிகாரிகளுக்கும் അല്ലെങ്കിൽ தேவனுடைய சத்தியங்களுக்கு நாம் கீழ்ப்படிய வேண்டும் என்பது. നാം അവർക്ക് കീഴടങ്ങിയിരിക്കുമ്പോൾ വാസ്തവത്തിൽ നാം കീഴടങ്ങുന്നത് ദൈവത്തിനാണ്. நான் தேவனுடைய வார்த்தைக்கு கீழ்ப்படியும் பொழுது உண்மையிலே நான் கீழ்ப்படுகிறது தேவனுக்கு கீழ்ப்படுகிறதா. കാരണം നമ്മുടെ മുകളിൽ അവരെ ആക്കി വെച്ചിരിക്കുന്നത് സ്വർഗമാണ്. നമ്മെ இந்த ഭൂമിയിലെ ദേവൻ அதை വെച്ചിരിക്കുന്നത് പരലോകത്തിൻ ദേവൻ தான். ഇതേപോലെ തന്നെയാണ് നമ്മൾ കുടുംബജീവിതത്തെ കുറിച്ച് കാണുമ്പോഴും അവിടെയും ആദ്യം പറയുന്നത് ഭാര്യമാരെയും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിന് വിചിതവണ്ണം കീഴടങ്ങിയിരിക്കാനാണ്. அதனாலதான் குடும்ப வாழ்க்கையிலும் கூட மனைவிகளே உங்கள் புருஷருக்கு கர்த்தருக்குள்ளே கீழடங்கியிருங்கள் என்று சொல்லி அதை வேதவசனத்திலே நாம் பார்க்க முடியும். കീഴടങ്ങിയിരിക്കാൻ പറയുന്നതിന്റെ ഉദ്ദേശം നാം ദൈവവചനത്തെ നന്നായി മനസ്സിലാക്കേണ്ടത്. கீழ்ப்படிய வேண்டும் என்று சொல்வதற்கு காரணம் தேவனுடைய வசனத்தை நன்றாக புரிந்து கொள்ள வேண்டும் என்பதும் அதுக்கு ஒரு அர்த்தமாக இருக்கிறது. കാരണം കൊരിന്ത്യർക്കുള്ള ലേഖനം 11ആം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: അവിടെ സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ദൈവവചനം നമ്മളെ എപ്പോഴും പഠിപ്പിക്കുന്നത്. அதனால 1 கொரிந்தியர் 11ஆம் அதிகாரத்திலே 3ஆம் வசனம் வாசிக்கும் பொழுது ஒரு புருஷனுக்கும் கிறிஸ்து தலையாயிருக்கிறார் என்றும் ஸ்திரீக்கு புருஷன் தலையாயிருக்கிறார் என்றும் கிறிஸ்துவுக்கு தேவன் தலையாயிருக்கிறார் என்றும் நீங்கள் அறிய வேண்டும் என்று விரும்புகிறேன் என்று அந்த வசனங்களிலே பார்க்க முடியும். നാം ഈ നാളുകളിൽ ദൈവരാജ്യ സന്ദേശത്തിലൂടെ ഏറ്റവും മർമ്മപ്രധാനമായി നാം ഒരുപാട് പ്രാവശ്യം കേൾക്കുന്ന ഒരു വചനമാണ്. நாம் தேவனுடைய ராஜ்யத்தின் சுவிசேஷத்தின் மூலமாக அதை பரம ரகசியமான மர்மமானத சத்தியங்களே இந்த ரகசியங்களே நாம் அதிகமாக கேட்டுக்கொண்டு வருகிறோம். അത് കർത്താവായ യേശു ക്രിസ്തു ശരീരമെടുത്ത് ഭൂമിയിൽ വന്നിട്ട് നമുക്കത് വലിച്ചു കാണിച്ചു. நம்முடைய கர்த்தராக இயேசு கிறிஸ்து அந்த சரீரத்தில் மாம்ச சரீரத்தில் வந்து நமக்காக அந்த வாழ்க்கையை அவர் அப்படி அமைச்சு காட்டி நமக்கு ஒரு மாதிரியை വെച്ചു விட்டு പോയിരിக்கிறார். വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: നീ എനിക്ക് ശരീരം ഒരുക്കിയിരിക്കുന്നു, എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. வேதவசனம் வாசிக்கும் பொழுது பிதாவினிடத்தில் இயேசு ஜெபிக்கிற ஒரு விஷயம் நாம் பார்க்க முடியும். நீர் எனக்காக ஒரு சரீரத்தை ஆயத்தப்படுத்தியிருக்கிறீர் என்று சொல்லி அந்த இடத்திலே நாம் பார்க்க. നാം കർത്താവിന്റെ വചനം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ തല പിതാവായ ദൈവമാണ്. நாம் வேதவசனத்திலே பார்க்கும் பொழுது அதை கிறிஸ்துவுக்கு ஒரு தலை இருக்கிறது, அது நம்முடைய பிதாவாகிய தேவன் என்பதே அந்த வசனம் தெளிவுபடுத்தும். നാം അവിടെ എല്ലാം കാണുന്നത് ആ തലയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കാണുന്നത്. സ്വർഗീയ പിതാവ് പരലോക പിതാവാകിയ ദേവൻ തലയായിരിக்கிற கிறிஸ்து ശരീരമായിരിക്കും பொழுது அந்த ശരീരത്തിൽ തലയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നതാன ഒരു ക്രിസ്തുവെ താം വേദാമത്തിലെ നാം பார்க்க. അതുകൊണ്ടാണ് കൊലോസ്യർക്കുള്ള ലേഖനം 2ആം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്: ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. அதனாலே கொலோசியர் நிருபத்திலே நாம் பார்க்கும் பொழுது அது தேவனுடைய சம்பூர்ணமான எல்லா ஆசீர்வாதங்களும் அதை கிறிஸ்துவுக்குள்ளே நிலத்திருக்கிறது என்று சொல்லி வேதத்திலே நாம் அறிந்து கொள்ளும். തലയായ പിതാവും ശരീരമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയും.
തലയാകിയ നമ്മുടെ പിതാവാകിയ ദേവനും അവരുടെ ശരീരമാകിയ ക്രിസ്തുവും ഒരേ മാതിരി செயல்பட்டுകൊണ്ടിരിக்கிறது இந்த സുവിശേഷങ്ങളിലും നാം പാർക്കും. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനും പ്രവർത്തിക്കും. யோவான் சுவிசேஷம் வாசிக்கும் பொழுது என் பிதாவு இன்றைய வரைக்கும் செயல்பட்டு கொண்டிருக்கிறோம், அதனால நானும் அதே பிதாவை போல செயல்படுகிறோம் என்று சொல்லி. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ സംസാരിക്കുന്നതും സ്വയമല്ല. ஆனா இயேசு தெளிவாக சொல்லும் பொழுது நான் செயல்படுகிறதும் நான் பேசுகிறதும் என்னுடைய இஷ்டத்தின்படியாக அல்ல, என்னுடைய சொந்த அபிப்பிராயத்தின்படி அல்ல என்று தெளிவாக இயேசு சொல்லியிருக்கிறதை நாம் பார்க்கிறோம். യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് യേശു പറഞ്ഞു, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, പിതാവ് ചെയ്ത് കാണിക്കുന്നതല്ലാതെ പുത്രനൊന്നും സ്വയം ചെയ്യുന്നില്ല. யோவான் சுவிசேஷம் 5-ஆம் அதிகாரத்திலே நாம் பார்க்கும் பொழுது இயேசு இவ்விதமாக சொல்லுகிறோம், நான் சுயமாக எதுவும் செய்யவில்லை, எதுவும் பேசவில்லை, என் பிதாவு எனக்குள்ள இருந்து கொண்டு செயல்படுகிறார் என்று இயேசு அந்த இடங்களிலும் தெளிவாக சொல்லியிருக்கிறார். യോഹന്നാന്റെ സുവിശേഷം 14-10 വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. യേശു പറയുവാണ്, ഞാൻ സംസാരിക്കുന്നതും സ്വയമല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന് പ്രവർത്തിക്കുന്നു. யோவான் 14-ஆம் அதிகாரம் 10-ஆம் வசனத்திலே வாசிக்கும் பொழுது நான் சுயமாக பேசவில்லை, என் பிதாവ് எனக்குள்ளே வாசமாயிருந்து கொண்டு அவருடைய சித்தத்தின்படி நான் பேசுகிறேன், செயல்படுகிறேன் என்று இயேசு அந்த இடத்திலும் சொல்லுகிறதை நாம் பார்க்கிறோம். ആ ഗെത്സമനെ തോട്ടത്തിൽ വെച്ചും അവിടെ കർത്താവായ യേശു പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോഴും ആ സമയത്തും യേശു പിതാവിനെ കീഴ്പ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. அதே கெத்சமனா தோட்டத்திலும் கூட நாம் பார்க்கும் பொழுது பிதாவாகிய தேவனிடத்தில் அவர் ஜெபித்து பிதாவினுடைய சமூகத்தில் தன்னை கீழ்ப்படுத்துகிறதையும் താഴ്ത്തുகிறதையும் அந்த இடங்களிலே நாம் பார்க்கிறோம். കർത്താവായ യേശു പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണം. എന്നിട്ട് യേശു പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടം വേണ്ട, അങ്ങയുടെ ഇഷ്ടം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി കീഴ്പ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാം. இயேசு கிறிஸ்து அந்த இடத்துல 2 ஜெபம் பண்றதாக நாம் அதை 2ஆக அந்த ஜெபத்தை பிரிக்கிறார். ஒன்னு அவர் ஜெபிக்கிறது, பிதாவே இந்த பாத்திரம் என்னை விட்டு நீங்களா என்று சொல்லி அவர் ஜெபிக்கிறார். அடுத்த ஜெபத்தை நாம் பார்க்கும் பொழுது, ஆனாலும் என்னுடைய சித்தம் அல்ல, உம்முடைய சித்தத்தின்படி ஆக கடவுது என்று சொல்லி தன்னை அர்ப்பணித்து ஜெபிக்கிறதான ஜெபத்தையும் அந்த இடங்களிலே நாம் பார்க்க முடியும். ഹല്ലേലൂയ. യേശു ക്രിസ്തു പിതാവിന് എല്ലാ കാര്യങ്ങളിലും കീഴ്പ്പെട്ട് അനുസരണയുള്ളവനായിരിക്കുന്നത് നമുക്ക് സുവിശേഷങ്ങളിലൂടെ കാണാൻ കഴിയും. യേശു ക്രിസ്തു നമ്മുടെ പിതാവാകിയ ദേവനിടത്തിലെ எந்த நேரம் காலங்களிலும் அவருக்கு கீழ்ப்படிந்து வாழுகிறதான, அவருக்கு பணிந்து போகிறதான இயேசுவே நாம் வேதாமத்திலே பார்க்க முடியும். അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി നല്ലൊരു മാതൃക വെച്ചു. அதனாலே பேதுருவின் புஸ்தகம் வாசிக்கும் பொழுது அவருடைய காலடிகளை பின்பற்றும்படி அவர் நமக்காக, இயேசு கிறிஸ்து நமக்காக ஒரு நல்ல மாதிரிகை காண்பித்து விட்டு போயிருக்கிறார் என்று அந்த வசனங்களிலே பார்க்கும். ஆமென். അപ്പോസ്തലന്മാർ ആ കാഴ്ചയോടാണ് പിന്തുടർന്നുകൊണ്ട്. அருமையான தேவனுடைய பிள்ளைகளே, அப்போஸ்தலர்கள் எல்லாருமே அந்த கிறிஸ்துவனுடைய காலடிகளை தாம் பின்பற்றி வந்ததாக வேதாமத்திலே நாம் அறிந்து கொள்ள முடியும். കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചു തന്നു എങ്കിൽ നമ്മുടെ തലയായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം കീഴ്പ്പെട്ടിരിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് ഒരു നല്ല ഒരു മാതൃകയെ കാണിച്ചിരിக்கிறோம் என்று சொல்லும் பொழுது, அதே போல கிறிஸ்துவை போல தேவனுடைய சமூகத்திலே கிறிஸ்துவை பின்பற்றக்கூடிய நல்ல ஒரு மாதிரிகையாக நாம் அனைவரும் மாற வேண்டும். കർത്താവായ യേശു ക്രിസ്തു അത്രമാത്രം താഴ്ത്തപ്പെട്ടിരുന്നത് കൊണ്ട് കർത്താവിന്റെ വചനം പറയുകയാണ്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും അധികം ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. அதனாலே கர்த்தராகிய இயேசு கிறிஸ்து பிதாவாகிய தேவனுக்கு முன்பாக எந்த அளவுக்கு தன்னை தாழ்த்தினாரோ அந்த அளவுக்கு பிதாவாகிய தேவன் அவருக்கு எல்லா நாமத்துக்கும் மேலான நாமத்தை கொடுத்து ഉയർത്തി വെച്ചിരിക്കുന്നதாக വേദാമത്തിലെ നാം பார்க்கிறோம். കാരണം ആ തലയായിരിക്കുന്ന സ്വർഗ്ഗീയ പിതാവിന് കീഴ്പ്പെട്ടിരുന്നതിലൂടെയാണ് അത് ലഭിക്കാൻ കാരണമായത്. அப்படிப்பட்ட உயர்வு இயேசுவுக்கு வர காரணம் அதை பிதாவாகிய தேவனுக்கு
அவர் தன்னை இந்த பூமியில் இருக்கும்போது மட்டுமல்ல, எல்லா இடங்களிலும் தேவனுக்கு முன்பாக தன்னை அர்ப்பணித்து தாழ்த்தியதுனாலே தான் அப்படிப்பட்ட உயர்வு தேவன் அவருக்கு கொடுத்ததாக വേദത്തിലെ നാം അറിഞ്ഞുകൊള്ള முடியும். ഇതേ ചോദ്യം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ശിഷ്യന്മാർ ഈ ചോദ്യം ചോദിച്ചു. അതിങ്ങനെയാണ് മത്തായി സുവിശേഷം 18-ാം അധ്യായത്തില് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. பரலோக ராஜ்யத்தில் யாரு பெரியவராயிருப்பார் என்று യേശുവിനിടത്തിലെ ശിഷ്യர்கள் കേട്ടാർ. അവൻ ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി. ഒരു சிறு குழந்தையை அதை எடுத்து அவர் நடுவிலே நிறுத்தி, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും എന്ന് പറഞ്ഞു. நீங்கள் திரும்பி இந்த குழந்தையை போல மாறாவிட்டால் தேவனுடைய ராஜ்யத்தில் நீங்கள் பிரவேசிக்க மாட்டார்கள் என்று இயேசு திட்டம் தெளிவாக அந்த இடத்திலே சொல்லுகிறார். ഇത് തൊട്ട് താഴെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. கீழே வசனங்களை படிக்கும் பொழுது இந்த குழந்தையை போல தன்னைத்தானே தாழ்த்தி தேவ சமூகத்தில் காணப்படுகிற ஓரோ விசுவாசிகளும் பரலோக ராஜ்யத்தில் பெரியவராயிருப்பார் என்று வேதம் சொல்லுது. നാം ദൈവത്തിന് കീഴടങ്ങുന്നതിലൂടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ തലയാകണമെങ്കിൽ നാം അവിടെ കീഴ്പ്പെടുന്നതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ തലയായിരിക്കാൻ കഴിയൂ. നാം தேவ சமூகத்திலே எந்த அளவுக்கு கீழ்ப்படுகிறோமோ அதுதான் தேவன் நம்முடைய வாழ்க்கையில் தலையாயிருக்க முடியும். நாம் தேவ சமூகத்தில் கீழ்ப்படியாமல் இருந்திருந்தால் ஒருபோதும் தேவன் நமக்கு தலையாயிருக்க முடியாது. തന്റെ തലയായിരിക്കുന്ന സത്യപിതാവിന് കീഴ്പ്പെട്ടത് കൊണ്ട് യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുന്നത് മുഴുവനും പിതാവായ ദൈവമാണ്. യേശു ക്രിസ്തു നമ്മുടെ തലയാകിയ പിതാവാകിയ ദേവനുக்கு முன்பாக തന്നെ താഴ്ത്തിയതിനാലേ അവർക്ക് പിതാവ് തലയാക ഇരുന്നதாக വേദം சொல்லுது. യോഹന്നാന്റെ സുവിശേഷം 1:15 പറയുവാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ തന്റെ മാറിലിരിക്കുന്ന ആ പുത്രൻ വന്ന് ആ പിതാവിനെ വെളിപ്പെടുത്തി തന്നു. யோவான் சுவிசேஷம் 1-ാം அதிகாரத்திலே നാം பார்க்கும் பொழுது தேவனை ஒருபோதும் கண்டதில்லை. அவர் மார்பில் இருந்த ஒரே பேரான குமாரனை அவரை வெளிப்படுத்தியதாக வேதம் சொல்லுது. എങ്ങനെ ആ പിതാവിനെ വെളിപ്പെടുത്തി കൊടുത്തു? യേശു ആ പിതാവിന് മുമ്പിൽ തന്നെത്താൻ താഴ്ത്തി ആ പിതാവിന്, ആത്മാവായ പിതാവിന് ഈ ഭൂമിയിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം യേശു തന്നെത്താൻ താഴ്ത്തിയിരുന്നു. பிதாவாகிய தேவன், அதே தேவனுக்கு முன்பாக இயேசு எந்த அளவுக்கு தன்னை தாழ்த்தினாங்களோ அந்த அளவுக்கு தேவனுடைய ஆவியானவர் അവർക്കുള്ള செயல்பட்டதாகவும் വേദത്തിലെ നാം അറിഞ്ഞു കൊള്ളും. ആ കർത്താവിന്റെ കാഴ്ചപ്പാടുകളെ പിന്തുടർന്ന അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ഞാനല്ല എന്നിൽ ക്രിസ്തു അത്രേ ഇരിക്കുന്നു. അത് അപ്പോസ്തലൻ പൗലോസുടെ ദേവസമൂഹത്തിൽ ക്രിസ്തുവിൽ தேவனுக்கு கீழ்ப்படிந்ததுனாலே அது தேவ சமூகத்தில் பவுல் என்ன சொல்றாரு, இனி நான் அல்ல எனக்குள்ளே ക്രിസ്തുവെ வாழ்ந்துകൊണ്ടിരിக்கிறார் என்று ദൈവവേദനയെ നമ്മുടെ തല ക്രിസ്തു ആണെങ്കിൽ നമ്മളിലൂടെ വെളിപ്പെടേണ്ടതും നമ്മളിലൂടെ സംസാരിക്കേണ്ടതും നമ്മളിലൂടെ പ്രവർത്തിക്കേണ്ടതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവാണ്. தேவனுடைய பிள்ளைகளே, நம்முடைய தலை கிறிஸ்துவாயிருந்தால் நமக்குள்ளே செயல்படுகிறதும் நமக்குள்ளே அதே பேசுகிறதும் நமக்குள்ளே அதே நடக்கிறதும் നമ്മുടെ പിതാവാകിയ ദേവനായിരിക്കും. അതിലൂടെ മഹത്വപ്പെടുന്നത് സ്വർഗീയ പിതാവാണ്. அந்த செயல்பாடுகளோடு தேவன் அந்த இடத்திலே மகிமைப்படவே. കുടുംബ ജീവിതത്തിൽ കൊലോസ്യർക്കുള്ള ലേഖനം 3:18 പറയുവാണ്, ഭാര്യമാരെ കർത്താവിന് ഉചിതമാകുവണ്ണം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കാനാണ്. கொலோசியர் நிருபம் படிக்கும் பொழுது, மனைவிகளே உங்க கர்த்தருக்குள்ளே உங்க புருஷர்களுக்கு அடங்கியிருங்கள், கீழ்ப்படிந்திருங்கள் என்று சொல்லி அந்த വസനങ്ങളെ തെളിവാக എഴുതിയിരിക്കും. അങ്ങനെ ഉചിതമാകുവണ്ണം കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ അത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. தேவனுடைய வசனத்தின்படி ஒரு கீழ்ப்படுதலுள்ள மனைவியும் அது தேவனுக்கு அதே தேவ சமூகத்திலே தேவனை மகிமைப்படுத்துகிற ஒரு புരുഷനുമായിരുന്നാൽ அந்த കുടുംബം ഒരു ആശീർവാദமான കുടുംബமாக മാറും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണെങ്കിൽ അവരവിടെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കഥകളിൽ വന്ന് ആരെങ്കിലും മുട്ടുമ്പോൾ ആ കഥവ് ഭാര്യയാണ് തുറക്കുന്നത്.
அப்படிப்பட்டதான ஒரு நல்ல அதை குடும்பமாயிருந்தால் அவருக்குள்ளே தட்டுகிறதான தேவனுடைய வார்த்தையை அவர்கள் ஏற்றுக்கொள்வார். ഭാര്യ കഥവ് തുറക്കുമ്പോൾ കാണുന്നത് അടുത്ത വീട്ടിലുള്ള തോമസിയേടനായിരിക്കും. அந்த மனைவி கதவு திறந்து பார்க்கும் பொழுது அதை வெளியில் அவரை தட்டினது, அந்த கதையை தட்டினது அந்த തോമസ് എന്ന് ചൊല്ലിയ ഒരു നபരായിരിക്കണം. ഉടനെ അവൾ തോമസേട്ട അകത്ത് കയറി ഇരിക്കാൻ പറയുകയില്ല. അവൾ അകത്തോട് നോക്കി തന്റെ തലയായിരിക്കുന്ന ഭർത്താവിനോട് പറയും, ആരായി വന്നിട്ടും നോക്കിയില്ല. உடனே அந்த மனைவி வாங்க உள்ளே வாங்க அப்படி தோமஸை அழைக்காமல் தன்னுடைய புருஷனிடத்திலே வெளியில் வந்து இங்கே வந்து பாருங்க யார் உங்களை தேடி வந்திருக்கிறார் என்று அப்படி புருஷனுக்கு தான் அந்த தகவல் முதலாவது கொடுப்பார். കാരണം അവിടെ തലയാണ് ആ വ്യക്തിയെ അകത്തോട്ട് ക്ഷണിക്കേണ്ടത്. அங்கே அந்த குடும்பத்திலே தலையா இருக்கிற புருஷன் தான் அந்த வெளியில் தட்டினா அந்த நபரை உள்ளுக்கு அழைப்பாங்க. അതിനേക്കാളെല്ലാം ഉപരിയായിട്ടാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും കർത്താവായ യേശുക്രിസ്തുവും നമ്മളുമായിട്ടുണ്ട്. ഇതേ വിட മേന്മயான ഒരു ഇടം தான் നമ്മുടെ അതേ ആവിക്കുரிய മണ്ഡലവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു என்பதை നാം അറിഞ്ഞു കൊള്ള வேண்டும். 2 കൊരിന്ത്യർ 11 അധ്യായത്തിലെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞാൻ ദൈവത്തിന്റെ എരിവോടെ നിങ്ങളെ കുറിച്ച് എരിയുകയാണ്. എന്നിട്ട് പറയുവാണ്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. 2 കൊരിന്ത്യരിലെ നാം പഠിക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് പൊഴുது உங்களை அது கரதிரையில் அற்றதான ஒரு மணவாட்டியாக கிறிஸ்துவனுடைய மணவாட்டியாயிருக்கும்படி உங்களை அதை திருமணத்துக்காக அதை திருமணம் நிச்சயார்த்தம் முடிந்திருக்கிறோம் என்பதையும் அந்த இடத்திலே நாம் பார்க்க முடியும். വിവാഹം കഴിഞ്ഞിട്ട് ஆனா இதுவரைக்கும் அதை திருமணம் முடியவில்லை. ഞാൻ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് എപ്പോഴും നമ്മുടെ ചിന്തയിൽ എപ്പോഴും ആയിരിക്കേണ്ടത് ആ തലയായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു. നമ്മുടെ അതേ வாழ்க்கைയിൽ എപ്പോഴും നമ്മുടെ ചിന്തന നമ്മുടെ തലയാകിയ ക്രിസ്തുവെ പറ്റിയുള്ള ചിന്തനകൾ നമുക്കുള്ള എപ്പോഴും അതേ വന്നുകൊണ്ടേയിരിക്കവേ. നാം നമ്മുടെ ദൈവം അനുവദിച്ച ടെസ്റ്റ് പീരീഡിൽ നാം ആ ക്രിസ്തുവുമായിട്ടുള്ള തലയായിട്ടുള്ള ബന്ധത്തില് നാം ആ തലയ്ക്ക് കീഴ്പ്പെടുന്നു എന്ന് തെളിയിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ കർത്താവാകിയ ക്രിസ്തു നമുക്ക് തലയായിരിക്കുമ്പോൾ അവർ നമുക്ക് തലയായിരിക്കാർ എന്നதையும் നാം മറ്റവങ്ങളിടത്തിലെ നിരൂപിക്ക വേണ്ടിയതായിരിക്കും. ഹല്ലേലൂയ. ഈ ജീവിതം തെളിയിക്കപ്പെടാനുള്ള ജീവിതമാണ്. இந்த பூமியிலே வாழ்க்கையானது நாம் நம்முடைய தேவ சமூகத்திலே நம்மை வெளிப்படுத்தக்கூடிய നമ്മളെ നിരൂപിക്കக்கூடிയതാണ് ഇടமாக അത് ഇരിക്ക வேண்டும். നാം ആ ക്രിസ്തുവിന് കീഴ്പ്പെടുന്നതിലൂടെ മാത്രമേ കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗപിതാവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിലെ പ്രാർത്ഥന പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. നാം അതെ ക്രിസ്തുവിലൂടെ പരലോക ദേവനുള്ള ഐക്യത്തില് നാം ഇരുന്നാൽ மட்டும்தான் அந்த யோவான் 17 அதிகாரத்திലെ യേശുവിന്റെ ജപം പോലെ നമ്മുടെ ജപവും മാറാൻ முடியும். അതിങ്ങനെയാണ് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാണ്. ഈ വിധമാകത്താ യേശു പിതാവെ നോക്കി ചോമണ്ണ, പിതാവേ നീർ എന്നിലും നാം ഉമ്മിലും ഇരിക്കുന്നത് പോലെ അവர்களும் നാം അനേവരും അതേ ക്രിസ്തുവിലും ദേവനിലും ഒന്നാக இருக்க வேண்டும் என்று விரும்புகிறேன் என்று യേശു ജപിക്കുന്നത് ജപത്തെ നാം പാർക്കും. കർത്താവായ യേശു ക്രിസ്തു ആ പിതാവിന് കീഴ്പ്പെട്ട് ഇരുന്നത് കൊണ്ടാണ് യേശു പറഞ്ഞത്, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആയിരിക്കുന്നത് പോലെ എന്ന് പ്രാർത്ഥിച്ചത്. കർത്താവ് യേശു ക്രിസ്തു പിതാവാകിയ ക്രിസ്തുവിന്റെ തലയാകിയ പിതാവാകിയ ദേവനുക്ക് കീഴ്പ്പെട്ടിരുന്നതിനാലെ താം നീർ എന്നിലും നാം ഉമ്മിലും എന്ന് ചൊല്ല കാരണമായിരുന്നു. അതുപോലെ നാമും ആകണം എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത്. ക്രിസ്തുവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നാമും ക്രിസ്തുവിലൂടെ പിതാവിൽ ഒന്നായിരിക്ക வேண்டும் என்றுதான் യേശുവിന്റെ ജപത്തിനുடைய സാരം എന്ന് നാം അറിഞ്ഞു കൊള്ളവേ. നമ്മുടെ സ്വർഗീയ പിതാവ് തലയായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശരീരമായി നാം അവയവങ്ങളായി തീരേണ്ടതാണ്. നമ്മുടെ പരലോക പിതാവ് തലയാகவும் ക്രിസ്തു ശരീരമാகவும் ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളാகவும் നാം അനേവരും മാറ வேண்டும் என்பதுதான் தேவனுடைய சித்தமாயிருக்கிறது.
നാം അങ്ങനെയായി തീരാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ. நாம் அந்த கிறிஸ்துவில் பிதாவுமாக ஒன்றாயிருக்க வேண்டும் என்ற அந்த விருப்பத்தின்படிதான் இயேசு தம்முடைய சீஷர்களுக்கு நம்முடைய ராஜ்யம் வர வேண்டும், உம்முடைய சித்தம் பரமண்டலத்தில் செய்யப்படுகிறது போல இந்த பூமியிலும் செய்ய வேண்டும் என்பதை அந்த ஜெபத்தை சீஷர்களுக்கு கற்றுக் கொடுக்க காரணமாய் இருந்தது. നാം ഏറ്റവും അധികമായി കർത്താവിനെ കീഴ്പ്പെടേണ്ടതാണ്. நாம் மிகவும் அதிகமாக அது இயேசு கிறிஸ்துவுக்கும் அதை നാം അധികமாக കീഴ്പ്പെടിയ വേണ്ടത് അത് നമ്മുടെ കടമയായിരിക്കും. അതുകൊണ്ടാണ് കർത്താവായ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ സാക്ഷാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. தம்மில் விசுவசிச்ச யூதரிடத்தில் இயேசு இவ்விதமாக சொல்லுகிறதை நாம் பார்க்கிறோம். நீங்க என் வசனத்தை கை கொண்டிருந்தால் என் வசனத்தின்படியாக நீங்கள் இனியும் அதை പിതാവിനുடைய சித்தத்தின்படி அதை செய்கிறவர்களாக இருக்க வேண்டும். ഇത് തന്നെയാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയുമാണ് പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിത മനുഷ്യരോട്. அதனாலதான் மத்தாയി 7 இயேசு விதமாக சொல்ல காரணம், என்னுடைய இந்த வார்த்தைகளை கேட்டு இதன்படி செய்கிறவன் எல்லாம் அதை கல்மலையின் மேல் அஸ்திபாரம் போட்டு வீடு கட்டுகிற மனுஷனுக்கு ஒப்பாயிருப்பேன் என்று அந்த வசனங்களிலே நாம் படிக்க முடியும். അത് തന്നെയാണ് 2 യോഹന്നാൻ പുസ്തകം വായിക്കുമ്പോൾ പറയുന്നത്, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല, ഉപദേശത്തിൽ നിലനിൽക്കുന്നവനും പിതാവും പുത്രനും ഉണ്ട്. 2 யோவான் அதிகாரத்திலே நாம் பார்க்கும் பொழுது அதை கிறிஸ்துவனுடைய உபதேசத்தில் நிலைத்திராமல் மீறி நடக்கிற ஏவனும் தேவனுடையவன் அல்ல, கிறிஸ்துவின் உபதேசத்தில் நிற்கிறவனோ பிதாவையும் குமாரனையும் உடையவனாயிருக்கிறார் என்பதையும் அந்த வசனங்களிலே நாம் பார்க்க முடியும். കീഴ്പ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. கீழ்ப்படுகிறதான ஒரு நபருக்கு மட்டும்தான் தேவனுடைய சத்திய வசனங்களிலே எப்பொழுதும் கடைபிடித்து அதுக்கு கீழ்ப்படிந்து வாழ முடியும். അത് നമ്മുടെ സ്വയം നാൾക്കുനാൾ തകർക്കപ്പെടുന്നതിലൂടെ മാത്രമേ നമുക്ക് കീഴ്പ്പെടുവാൻ കഴിയുകയുള്ളൂ. நம்முடைய சுயத்தை களைந்து போட்டால் மட்டும்தான் தேவ சத்தியத்துக்குள்ளே நாம் அனுதினமும் வளர முடியும் என்பதையும் நாம் மறந்து விடக்கூடாது. നമ്മുടെ സ്വർഗീയ പിതാവ് ആത്മാവാണ്. நம்முடைய பரலோக பிதாவு ஆத்மாவாயிருக்கிறார். നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആത്മാവാണ്. நம்முடைய கர்த்தராக இயேசு கிறிஸ்து ஆத்மாதான். കൊരിന്ത്യർക്കുള്ള ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവായി. கொரிந்தியர் 6-ாம் அதிகாரம் படிக்கும் பொழுது கிறிஸ்துவோடு இணைக்கப்படுகிறவர்கள் ஒரே சரீரமாயிருக்கிறது, ஒரே ஆவியாயிருக்கிறார் என்பதையும் அந்த வசனங்களிலே நாம் அறிந்து கொள்ள முடியும். അതുകൊണ്ടാണ് കൊരിന്ത്യർക്കുള്ള ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു എന്ന് പറയാം. கொரிந்திய நிறுவனத்திலே மறுபடியும் படிக்கும்போது நாம் அனைவரும் கிறிஸ்துவின் மனதுள்ளவர்களாயிருக்க வேண்டும் என்பதையும் அந்த வசனங்களிலே தெளிவாக எழுதியிருக்கும். നാം ഓരോ ദിവസവും താഴ്ത്തപ്പെടുന്നതിലൂടെ മാത്രമേ നമ്മുടെ ഉള്ളിൽ ആ പുതുമനുഷ്യൻ വളരുകയുള്ളൂ. நாம் ഓരോ நாளும் தேவ சமூகத்திலே நம்மை தாழ்த்தும் பொழுது மட்டும்தான் அதை கிறிஸ்துவில் நாம் வளர்ச்சி அடைந்து வளர முடியும். അത് നാം സകലത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് അത് കഴിയുകയുള്ളൂ. அது நம்முடைய கிறிஸ்தவ வாழ்க்கையை நாம் பொறுமையோடு நம்முடைய ஓட்டத்தை ஓடினால் மட்டும்தான் அந்த காரியங்கள் எல்லாம் நம்முடைய வாழ்க்கையில் நடக்கும். നാം ആത്മീയമായി വളരണമെങ്കിൽ നാം എത്രമാത്രം കർത്താവായ യേശു ക്രിസ്തുവിന് കീഴ്പ്പെടുന്നോ അതിലൂടെ മാത്രമേ നമുക്ക് ആത്മീയമായി വളരുവാൻ കഴിയുകയുള്ളൂ. நாம் ஆவிக்குரிய மண்டலத்தில் வளர்ச்சி அடைய வேண்டுமானால் நாம் எந்த அளவுக்கு தேவனுக்கும் தேவனுடைய வார்த்தைக்கும் கர்த்தராகிய இயேசு கிறிஸ்துவுக்கும் நாம் கீழ்ப்படிந்தவர்களாக வாழ வேண்டும் என்பதையும் தேவனுடைய வசனங்கள் நமக்கு சுட்டி காட்டுகிறது. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. யோவான் 15-ாம் அதிகாரத்திலே இயேசு இவ்விதமாக சொல்லுகிறோம், எனக்குள்ளே வாசமாயிருந்தால் நீங்கள் எனக்குள்ளே வாசமாயிருந்தால் நான் உங்களுக்குள்ளே வாசமாயிருப்பேன் என்று சொல்லியிருக்கிறேன். കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കാണിക്കാൻ കഴിയാത്തതുപോലെ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയും.
அது வசனம் சொல்லுகிறது, என்னில் வாசமா இருந்தால் மட்டும்தான் நீங்க கனி கொடுக்கிற செடியா இருக்க முடியும் என்பதையும் அந்த வசனங்களிலே நாம் அறிந்து கொள்ள முடியும். കർത്താവായ യേശു ക്രിസ്തുവിനാൽ മാത്രമേ നമുക്ക് ആത്മീയമായി വളരുവാൻ കഴിയൂ. நம்முடைய கர்த்தராக இயேசு கிறிஸ்து மூலம்தான் நான் ஆவிக்குரிய மண்டலத்திலே வளர்ச்சி அடைய முடியும். അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15:5 വായിക്കുമ്പോൾ പറയുന്നത്, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. 15 அதிகாரம் அதுல 6 வசனம் வாசிக்கும்போ, ஒருவன் என்னில் நிலத்திராவிட்டால் வெளியே எரியுண்ட கொடியை போல அவன் எரியுண்டு அதை உலர்ந்து போவான், அப்படிப்பட்டவர்களை சேர்த்து அக்கினியிலே போடப்படுவார்கள் என்று எழுதியிருக்கு. തൊട്ടുതാഴെ പറയുവാണ്, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആവക ചേർത്ത് തീയിലിടുന്നു. எனக்குள்ளே வாசமாயிராமல் இருக்கிற மக்களே அவங்க கொம்பை போல வெளியிலே போட்டு அது உலர்ந்து போய் அக்கினியிலே போடப்படுகிறது என்று சொல்லி அதை தெளிவாக இயேசு சொல்லுகிறதை நாம் பார்க்கிறோம். അത് തൊട്ടുതാഴെ പറയുവാണ്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുകയും അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. அதுல 7-8 வசனங்களை வாசிக்கும் பொழுது, நீங்க என்னிலும் என் வார்த்தைகள் உங்களிலும் நிலத்திருந்தால் நீங்கள் அதை கேட்டுக்கொள்ளது எதுவோ அது உங்களுக்கு செய்யப்படும். நீங்கள் மிகுந்த கனி கொடுக்கிறதுனாலே என் പിതാവും മഹിമപ്പെടുവാർ, எனக்கும் ശിഷ്യരായിരിപ്പീர்கள். കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്നായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. கர்த்தராக இயேசு கிறிஸ்து விதமாக சொல்லும் பொழுது, என்னை நோக்கி கர்த்தாவே கர்த்தாவே என்று சொல்லுகிற ஏவனும் அல்ல, பரமண்டலத்திற்கு என் பிதாவின் சித்தத்தின்படி செய்கிறவனை பரலோக ராஜ்யத்தில் பிரவேசிப்பார் என்று வேற என்னை நோக்கி கர்த்தாவே கர்த்தாவே என்று சொன்னால் அதில் பிரவேசிப்பதில்லை என்று இயேசு திட்டம் தெளிவாக எழுதி சொல்லியிருக்கிறோம். ഹല്ലേലൂയ. നാം കർത്താവിന്റെ ഹൃദയപ്രകാരം നാം ഓരോ ദിവസവും നാം മാറേണ്ടതാണ്. தேவனுடைய பிள்ளைகளே, கர்த்தராக இயேசு கிறிஸ்துவுக்கு ஏற்றபடி, அவருடைய இருதயத்துக்கு ஏற்றபடி നമ്മെ നാം അനേവരും മാറ്റിക്കൊള്ള வேண்டும். കാരണം നാം നമ്മുടെ സ്വയം ഓരോ ദിവസവും തെറ്റിക്കപ്പെടുമ്പോൾ നാം ഓരോ ദിവസവും ദൈവത്തിന്റെ കരങ്ങളിൽ താഴ്ന്നിരിക്കേണ്ടതാണ്. നാം അനുദിനവും നമ്മുടെ வாழ்க்கையில സ്വയത്തെ அதை நாம் வெறுக்கும் பொழுது, சுயத்தை நம்ம இல்லாய்மை பண்ணும் பொழுது, அதிலூടെ கிறிஸ்து நமக்குள்ளே வாழவும் நாம் தேவனுடைய ராஜ்யத்தில் வாழக்கூடிய மக்களாகவும் മാറിവിടും என்பதை നാം അറിந்து കൊള്ളുகிறோம். നമ്മുടെ ബലവും നമ്മുടെ ശക്തിയെല്ലാം ക്രിസ്തുവിൻ്റെതായിരിക്കും. നമ്മുടെ ബലനും നമ്മുടെ വല്ലമയും എല്ലാം അത് ദേവനുടെ ക്രിസ്തുവിന്റെ ബലനെ സാർന്നിരിക്ക വേണ്ടി. അതാണ് എഫേസ്യർ പ്രവചനം 6-ാം അധ്യായത്തിൽ പറയുന്നത്, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടാനാണ്. எபேசியர் 6-ാം அதிகாரத்திலே இவ்விதமாக சொல்லுகிறோம், அதை கர்த்தருக்குள்ளேயும் அவருடைய பலத்திலும் பூர்ணமாக அவருடைய வல்லமையிலும் பலப்படுங்கள் என்று அந்த வசனங்களிலே നാം பார்க்க முடியும். കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു. அதனாலே கர்த்தராக அப்போஸ்தலன் பவுலினிடத்திலே கர்த்தர் பேசும்பொழுது, அது உன்னுடைய பலவீனத்தில் என் பலம் பூர்ணமாக விளங்கும் என்று சொல்லி அதை சொல்லுகிறதை நாம் பார்க்கிறோம். സ്ത്രീയെ കുറിച്ച് കർത്താവിന്റെ വചനം പറയുവാണ്, ബലഹീന പാത്രമാണ്. ஒரு பெண்ணை பற்றி வேதவசனம் சொல்லும் பொழுது அது ஒரு பலவீன பாத்திரம் என்று, பலவீன பாண்டம் என்று தேவனுடைய വസനത്തിലെ നാം பார்க்கிறோம். അങ്ങനെ തന്നെ നാമും ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹം ചെയ്യാൻ നിശ്ചയിച്ചവളാണെങ്കിൽ നാമും കർത്താവിന് മുമ്പിൽ ഒരു ബലഹീന പാത്രമായി. தேவ சமூகத்திலே கிறிஸ்து என்ற ஏக புருஷனுக்காக அதே திருமணத்துக்காக அதை வச்சிருக்கிறோம் என்று சொன்னால், அது நம்முடைய வாழ்க்கையிலே அவருடைய கர்த்தருடைய சத்தியத்தின்படி, நாம் தேவனுடைய சத்தியத்தின்படி நாம் வாழ வேண்டும். നമ്മുടെ ശക്തിയും ബലവും എല്ലാം നമ്മുടെ കർത്താവിൻ്റെതായി. നമ്മുടെ ബലനും നമ്മുടെ ജ്ഞാനവും നമ്മുടെ വല്ലമയും എല്ലാമേ അതേ ദേവനെ സാർന്നതാകി ഇരിക്ക വേണ്ടി. നാം എസ്തേറിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 4-ന്റെ 11 ഇങ്ങനെയാണ് കാണുന്നത്.
എസ്തർ പുസ്തകത്തിലെ 4-ാം അധികാരം പഠിക്കുമ്പൊഴുത് ഇവിധமாக எழுதிയിരിക്കും. യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ അകത്തെ പ്രകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോട് ഇരിക്കത്തക്കവണ്ണം രാജാവ് ചെങ്കോൽ ആ ആളുടെ നേരെ നീട്ടാഞ്ഞാൽ അയാളെ കൊല്ലേണം എന്നൊരു നിയമം ഉണ്ടായി. இந்த ராஜாவினுடைய இடத்திலே அந்த அரண்மனைக்குள்ளே பிரவேசிக்க வேண்டுமானால் ராஜாவு அந்த பொன் செங்கோலை நீட்ட வேண்டும். அப்படி நீட்டப்படாம இருந்தால் அது யாரா இருந்தாலும் அந்த இடத்திலே மரணத்துக்கு அவங்க அதை ஒப்பு கொடுக்க வேண்டும் என்பதையும், அல்லது மரணத்துக்கு அவங்க அடிமையாயிருக்க வேண்டும், அது மரணத்தை சந்திக்க வேண்டியதா இருக்கிறது என்பதையும் அந்த வசனங்களில் நாம் அறிந்து கொள்ள முடியும். അനുവാദമില്ലാതെ രാജാവിന് മുമ്പില് ആണായാലും പെണ്ണായാലും ചെന്നുവെങ്കില് അവരെ കൊല്ലുവാൻ ഒരു നിയമം ഉണ്ടായിരുന്നു. எந்த விதமான அதே அது ராஜாவினுடைய அதிகாரமோ அதே அவருடைய பெர்மிஷன் இல்லாமல் ஒருபோதும் ആരായിരുന്നാലും அந்த இடத்திலே பிரவேசிக்க അനുമതി ഇല്ലേ. എസ്തേറിന്റെ പുസ്തകം 5:2 വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: എന്നാൽ അനുവാദം ഇല്ലാതെ എസ്തേർ പ്രകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടു. ஆனால் அந்த அனுமதி பெறாமல் அந்த எஸ்தர் தேவன் அந்த இடத்திலே வந்து நிற்கிறதாக அது ராஜா பார்த்தார். അവന് അവളോട് കൃപ തോന്നി. அந்த ராஜாவுக்கு அந்த எஸ்தர் மேலே அது இரக்கம் வந்தது. തന്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി. அது தன் கையிலே இருந்ததான பொன் செங்கோல் அதை എസ്തേറിടത്തിൽ നീട്ടിനാർ. എസ്തേർ അകത്ത് ചെന്ന് പൊൻചെങ്കോലിന്റെ അകലം തൊട്ടു. எஸ்தர் கிட்டே வந்து அது செங்கோலின் அது துணிയെ തൊട്ടാൽ என்று சொல்லியிருக்கிறோம், തൊട്ടാൽ என்று சொல்லியிருக்கிறோம். കാരണം രാജാവിന് അവളോട് കൃപ തോന്നി. രാജാവിന്റെ ഹൃദയപ്രകാരം ഉള്ളവളായിരുന്നു എസ്തേർ. കാരണം രാജാവ് அந்த எஸ்தர் மேலே அன்பும் இரக்கத்தையும் கனிவையும் காட்டும்படி தேவன் அதை கருணம் കാട്ടിനാർ. പ്രിയ ദൈവവൈതലേ, നാം ഇതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന് കൃപ തോന്നുമാറ് ഒരു ജീവിതം ഈ നാളുകളിൽ നയിക്കേണ്ടതാകും. നാം അനേവരുമേ ഒരു എസ്തരെ പോലെ ദേവ സമൂഹത്തിലെ അവരുടെ ഇറക്കത്തുക്കാக അവരുടെ കൃപാസനണ്ടയിൽ കടന്നുപോയി നാം ദേവ സമൂഹത്തിലെ അതേ ദേവനോട് ഒപ്പുരവാകത്തക്കതാണ് அந்த കാര്യങ്ങളിലെ നാം செயல்பட வேண்டும். നാം എത്രമാത്രം കർത്താവിനെ കീഴ്പ്പെടുന്നു, അതിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. എമ്മട്ടുமாக தேவ சமூகத்தில் நாம் கீழ்ப்படுகிறோமோ அதே നമ്മുടെ வாழ்க்கையில் ആശീർവാദமாக മാറിവിടും. എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹം ചെയ്യാൻ നിശ്ചയിച്ചവരാണെങ്കിൽ നാം തീർച്ചയായിട്ടും ഓരോ ദിവസവും കർത്താവിന്റെ കരങ്ങളിൽ കീഴ്പ്പെടുന്നതിലൂടെ കർത്താവിന്റെ കൃപ ലഭിക്കേണ്ടതാവുന്നു. கிறிஸ்து என்ற ஒரே அதே புருஷனுக்காக அதை திருமண நிச்சயார்த்தம் பண்ணியிருந்தால் அது தேவ சமூகத்திலே என்ன செய்ய வேண்டும், அதை அவருக்கு கீழ்ப்படிந்து வாழக்கூடிய கடமை இருக்கிறது என்பதை நாம் அறிந்து கொள்ள வேண்டும். അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ആയിരിക്കണം. நீங்கள் என்னை நேசிப்பீர்களானால் அது முழு மனதோடும் முழு வல்லமையோடும் முழு பலத்தோடும் என் மேல் அன்பு கூற வேண்டும் என்று അതേ சொல்லப்பட்டிருக்கிறது. എന്റെ കർത്താവ് പറഞ്ഞ, എന്നേക്കാൾ അധികമായി അപ്പനെയും അമ്മയും മക്കളെയോ വസ്തുവകയോ വീടോ ഒക്കെയും സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. என்னை விட அதிகமாக தகப்பனையோ தாயையோ அதே காலையிலுய மனைவிகளையோ അല്ലെങ്കിൽ பிள்ளைகளையோ நேசிக்கிறவன் அது எனக்கு ஏற்றவன் அல்ல என்று வேதம் சொல்லுகிறது. നാം മത്തായി എഴുതിയ സുവിശേഷം 25:34 വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. മത്തായി സുവിശേഷം 25-ാം അധികാരം അതിലെ 35-ാം വസനത്തെ വാസിക്കുമ്പോൾ ഈ വിധமாக നാം பார்க்க முடியும். അവിടെ എസ്തേറിനോട് കൃപ തോന്നിയതുപോലെ അവിടെ ഒരു കൂട്ടത്തോട് കൃപ തോന്നുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിങ്ങനെയാണ്: വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന രാജ്യത്വം അവകാശമാക്കുകയും എന്ന് പറഞ്ഞ് അവരെ വിളിക്കുന്നു. அந்த இடத்துல நாம் பார்க்கும்பொழுது எஸ்தேருக்கு அந்த ராஜாவுக்கு முன்பாக கனிவு தோன்றியது போல இந்த வசனத்திலே நாம் பார்க்க, உலக தோற்றத்திற்கு முன்பே உங்களுக்காக ஆயத்தப்படுத்தியிருக்கிறதான என்னோட பிதாவினுடைய ராஜ்யத்தை சுதந்திரித்துக் கொள்ளுங்கள் என்று அந்த வசனங்களிலே நாம் பார்க்க முடியும்.
അവരുടെ ജീവിതത്തിലൂടെ അത് ദൈവസന്നിധിയിൽ തെളിയിക്കപ്പെട്ടു. அவங்களுடைய அந்த கிரியைகள் நிமித்தமாக அந்த காரியங்களை அந்த இடத்துல வெளியரங்கமாக செயல்படுத்தினது. നാം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സ്വർഗം അനുവദിക്കുന്ന ആ ടെസ്റ്റുകളിലൂടെ നാം കടന്നു പോകുമ്പോഴാണ് കർത്താവിനെ ഏറ്റവും അധികമായിട്ട് നാം സ്നേഹിക്കുന്നവരാണ് എന്ന് തെളിയിക്കപ്പെടും. നമ്മുടെ வாழ்க்கையில ഓരോ നാളും അത് தேவனுடைய சித்தத்தின்படி நமக்கு அனுமதிக்கப்படுகிறதான பாடுகளை பாடுகள் வழியாக கடந்து செல்லும்போது மட்டும்தான் அந்த காரியங்களை நம்முடைய வாழ்க்கையை நிரூபிக்க முடியும். യേശു ക്രിസ്തു ഇങ്ങനെയായിരുന്നു അനുസരണം പഠിച്ചു തികഞ്ഞത്. എബ്രായർക്കുള്ള ലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് യേശു ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിന് രക്ഷിക്കാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയയാചന കഴിക്കുകയും ചെയ്തു. യേശു ക്രിസ്തുവെ നാം பார்க்கும் பொழுது எபிரேயர் நிருபம் 5ஆம் அதிகாரத்திலே இவ்விதமாக சொல்லப்பட்டிருக்கிறது. அவருடைய வாழ்க்கையில குமாரனாயிருந்தும் பெற்ற பாடுகளினாலே அவர் தம்மை மரணத்தில் നിന്ന് രക്ഷിക്ക വല്ലമയുള്ളവരോട് അത് മികുந்த ഉരത്ത സത്തത്തോടും കണ്ണീരോടും அவங்க വേണ്ടുதல் செய்ததாக வேதம் சொல்லுகிறது. തൊട്ടുതാഴെ പറയുവാണ്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവന്. அவர் குமாரனாயிருந்து பெற்ற பாடுகளினாலே கீழ்ப்படுதலை கற்றுக்கொண்டதாக வேதம் சொல்லுகிறது. തൊട്ടുതാഴെ പറയുവാണ്, തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. அந்த 9ஆம் வசனம் வாசிக்கும் பொழுது தாம் பூர்ணனான பின்பு தமக்கு கீழ்ப்படுகிற யாவருக்கும் நித்திய ரட்சிப்பு அடைவதற்கு காரணமாகி என்று எழுதப்பட்டிருக்கிறது. ദൈവ പൈതലെയും നാം ഓരോ ദിവസവും നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തുവിന് കീഴ്പ്പെടേണ്ടതാണ്. இவனுடைய பிள்ளைகளே, நாம் ഓരോ നാളും നമ്മുടെ അതേ തലയായിരിക്കുന്ന ക്രിസ്തുவுக்கு ഓരോ നാളും നാം കീഴ്പ്പെടുന്ന് വാഴ വേണ്ടിയതായിരിക്കുന്നത്. നമ്മുടെ സ്വയം തകർക്കപ്പെടുന്നതിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം നമ്മൾ വെളിപ്പെടുന്നതിലൂടെ മാത്രമേ ക്രിസ്തുവായിട്ട് പറ്റിച്ചേർന്ന് ഏക ആത്മാവായി നമുക്ക് തീരുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ வாழ்க்கையில கிறிஸ்துவான தலையை பற்றிக்கொண்டு அவரோடு சேர்ந்து வாழும்போது மட்டும்தான் தேவனுடைய சமூகத்திலே அது தேவனுடைய രാജ്യத்துக்குரிய அந்த சுதந்திரத்தை நாம் பெற்றுக்கொள்ள முடியும். മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവെങ്കിൽ ആ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നാൽ കർത്താവിന്റെ വചനം പറയുവാണ്, ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവായി തീരും. മനുഷ്യൻ ജീവ ആത്മാവാனதாக வேதம் அது ஆதியாமத்தில் நாம் பார்க்கிறோம். அதே போல கிறிஸ்து மூலமாக நாம் தேவனோடு இணைக்கப்படும் பொழுது நாமும் ஜீவ ആത്മാവാக മാറിവിടും. നാം ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നതിലൂടെ യേശു ക്രിസ്തു പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ പൂർത്തീകരണത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുകയുള്ളൂ. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകാം. നാം ക്രിസ്തുവിലൂടെ தேவனுடைய சமூகத்திலே ஏதோ ஒன்றாக இணைக்கப்பட்டால் மட்டும்தான் இயேசு ஜெபிச்ச ஜெபம் போல, பிதாவே நான் உம்மிலும் நீர் என்னிலும் இருக்கிறது போல அவர்களும் நம்மில் ஒன்றாயிருக்கும்படி விரும்புகிறேன் என்ற ஜெபத்தை அந்த இடத்துக்கு ஜெபத்துக்கு பதில் வருகிறது. അങ്ങനെ ജയം പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 3:20 പറയുന്നത്, ഞാനും ജയിച്ച് എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ ജയിക്കുന്നവന് എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പോലെ. அதனாலதான் அந்த வெளிப்படுத்தின் புஸ்தகம் 3ஆம் அதிகாரத்திலே 20ஆம் வசனத்திலே நாம் பார்க்கும் பொழுது அந்த வசனம் இவ்விதமாக சொல்லுகிறோம். அதே இதோ ഞാനും ജയിത്ത് എൻ പിതാവോട് കൂടെ സിംഹാസനത്തിൽ അവരോട് കൂടെ ഉட்கார்ந்திருக்கிறது പോലെ ജയം കൊള്ളുகிறവൻ ഏവനോ അവനും എന്നോടുകൂടെ സിംഹാസനത്തിൽ ഉட்காரும்படி അരുൾ செய்வேன் என்று എഴുതിയിരിക്കും. നമ്മുടെ സ്വയം തകർക്കപ്പെടുന്നതിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. അത് നമ്മുടെ வாழ்க்கையில നമ്മെ തന്നെ ദേവ സമൂഹത്തില് നമ്മെ അത് തകർത്താൽ மட்டும்தான், നമ്മളെ തന്നെ ദേവ സമൂഹത്തില് ഒപ്പുകൊടുത്താൽ மட்டும்தான் அந்த കാര്യങ്ങളെല്ലാം നടക്കും. അതാണ് എഫേസ്യർക്കുള്ള ലേഖനം 4:22 വായിക്കുമ്പോഴും പറയുന്നത്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വട്ടമായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലെ വിശുദ്ധിയില് ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കാൻ പറയും. அதனாலதான் எபேசு நிருபத்திலே நாம் பார்க்கிறது, முந்தின நடத்துக்குரிய மோசம் போக்கும் இச்சையினாலே கெட்டு போகிற பழைய மனுஷனை நீங்கள் களைந்து போட்டு
உங்கள் உள்ளத்திலே புதுதான ஆவி உடலாகி மெய்யான நீதியிலும் பரிசுத்தத்திலும் தேவனுடைய சாயலாக சிருஷ்டிக்கப்பட்ட புதிய மனுஷனை தரித்து கொள்ளுங்கள் என்று அந்த வசனத்திலே தெளிவாக எழுதியிருக்கிறோம். അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ദിനംതോറും മരിക്കുക. അപ്പോസ്തലനായ പൗൽ ചൊല്ലും പൊഴുത് അനുദിനവും ഞാൻ എന്നെ അതേ കൊല്ലുகிறேன் അല്ലെങ്കിൽ എന്നെ ഒപ്പുകൊടുக்கிறேன் എന്ന് ചൊല്ലുகிறோം. നാം ഇന്നലെ മരിച്ചതുകൊണ്ടായിരിക്കല്ല ഇന്ന് ജീവിക്കുന്നത്, ഇന്ന് മരിച്ചത് കൊണ്ടായിരിക്കണം ഇന്ന് നമ്മൾ ക്രിസ്തു വെളിപ്പെടേണ്ടത്. நான் நேற்றே மரித்ததினாலே இன்னு பிழைத்திருக்கிறோம் என்பதே அல்ல, അനുദിനവും നമ്മെ തന്നെ ക്രിസ്തുവിൽ നാം മരിക്ക വേണ്ടും. കാരണം സ്വയം ഇല്ലാത്തൊരു വ്യക്തിയോട് മാത്രമേ ക്രിസ്തുവിന് വെളിപ്പെടാൻ കഴിയുകയുള്ളൂ. നമ്മുടെ வாழ்க்கையில സ്വയം இல்லாமல் போகும்போது மட்டும்தான் கிறிஸ்துவோடு கூடயும் தேவ சமூகத்திலே നാം വാഴ முடியும். യേശുക്രിസ്തുവിന് സ്വയം ഇല്ലാഞ്ഞത് കൊണ്ടാണ് സ്വർഗീയ പിതാവ് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടത്. യേശു கிறிஸ்துவுக்குள்ள அது எந்த விதமான சுய சிந்தனைகளும் இல்லாதனாலே தான் அவர் பிதாவாகிய தேவனோடு கூட அதை സഞ്ചരിക്കവും செயல்படவும் കാരണമായി മാറിയത്. നാം ഓരോ ദിവസവും നമ്മുടെ സ്വയത്തെ ഇല്ലാതെയാക്കി കർത്താവിന് വസിക്കുവാൻ തക്കവണ്ണം യാഗമായി സമർപ്പിക്കേണ്ടതാണ്. നാം അനുദിനവും നമ്മുടെ வாழ்க்கைയിൽ നമ്മുടെ സ്വയത്തെ കൊണ്ട് தேவ சமூகத்திலே தேவ சித்தத்தை നമ്മുടെ வாழ்க்கைയിൽ വെളിപ്പെടുത്തുம்படியாக നമ്മെ അർപ്പണിക്ക வேண்டும். റോമർക്കുള്ള ലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മപ്പെടുത്തി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവന് വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി സമർപ്പിക്കാൻ പറയും. அதனாலதான் அப்போஸ்தலனாയ പൗൽ റോമാ നിരുപത്തിലെ 12-ാം அதிகாரത്തിൽ ഈ വിധமாக ചൊല്ല കാരണമായിരുന്നത്, സഹോദരരെ, നിങ്ങൾ உங்கள் ശരീരങ്ങളെ பரிசுத்தவும் தேவனுக்கு பிரியமான ஜீவ பலியாக ஒப்பு கொடுக்க வேண்டும் என்று தேவனுடைய இரக்கங்களை முன்னிட்டு உங்களை வேண்டிக் கொள்கிறேன். இதுவே நீங்கள் செய்யத்தக்கதாக புத்தியுள்ள ஆராதனை என்று அந்த വസനങ്ങളിലെ നാം பார்க்க முடியும். അങ്ങനെ പ്രസാദകരമായ ഒരു യാഗം കഴിക്കുന്നതിലൂടെ കർത്താവായി യേശു ക്രിസ്തു നമ്മുടെ തലയായി, ക്രിസ്തുവിന്റെ തല സ്വർഗപിതാവായി, നമ്മുടെ ആത്മാവിൽ സ്വർഗപിതാവ് വസിച്ച് നമ്മുടെ ദേഹിയിൽ കർത്താവായി യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം നടന്നു നാമും പരിശുദ്ധാത്മാവിന്റെ മണ്ഡലമായി തീരുകയുള്ളൂ. നമ്മുടെ സ്വയത്തെ ഇല്ലായ്മ പണി കർത്താവാകിയ യേശു ക്രിസ്തുവിലൂടെ പിതാവാകിയ தேவனுக்கு ஆராதனை செய்து தேவ சமூகத்திலே தேவனுடைய രാജ്യத்துக்காக നമ്മെ ആയത്തപ്പെടുത്ത வேண்டும் എന്നതാണ് தேவனுடைய சித்தமாயிருக்கிறது. ഈ രാത്രികാലവും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. இந்த இரவலில ஒரு விசையோட നമ്മെ തന്നെ നമ്മുടെ ആവി ആത്മ ശരീരത്തെ தேவனுடைய കരത്തിലെ ഒപ്പുകൊടുത്ത് നാം ജപിக்கலாம். കൊരിന്ത്യർക്കുള്ള ലേഖനം 13:5 വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് ചോദന ചെയ്ത് നിങ്ങളെ തന്നെ പരീക്ഷിക്കാൻ പറയും. കൊരിന്ത്യർ നിരുപം 13-ാം அதிகாரத்தினுடைய 5-ാം വചനം വാസിക്കുമ്പോൾ நீங்கள் விசுவாசத்தில் இருக்கிறதா என்பதையும் அதை உங்களை തന്നെ சற்றும் அதை யோசிச்சு பாருங்கள் என்று அந்த வசனங்களிலே நாம் பார்க்க முடியும். വചനമാകുന്ന കണ്ണാടിയിലൂടെ ഞാനായിരിക്കുന്ന അവസ്ഥകളെ കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കും. தேவனுடைய திருவசனமான கண்ணாடியின் மூலமாக நம்முடைய குறைபாடுகளை கண்டுபிடிக்கத்தக்கதாக அதை விட்டு களைந்து போட்டு தேவசமத்தில் நம்மை சுத்தப்படுத்தும்படியாக நாம் எப்பொழுதும் ஆயத்தமாயிருக்க வேண்டும். കേട്ട വചനത്തിലൂടെ നമ്മളെ തന്നെ ശോധന ചെയ്യുക, നമ്മളെ തന്നെ പരീക്ഷിക്കുക. ஓ தேவனுடைய மக்களே, கேட்ட வசனத்தின் மூலமாக நம்மை அர்ப்பணித்து நம்மை തന്നെ அந்த வசனமாக ஒப்பிட்டு பார்த்து അത് தேவ சித்தத்தை நாம் செய்யக்கூடிய மக்களாയിരിക്കുമോ என்பதையும் നമ്മെ തന്നെ നാം കണ്ടുപിടിക്ക வேண்டும். സന്ദേശം കേൾക്കുന്ന ദൈവവൈദ്യരെ, നീ ഇന്നും ലോകത്തിന്റെ സ്നേഹിതനാണ്. ദൈവരാജ്യ സുവിശേഷത്തെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് தேவனுடைய மக்களே, இன்னும் உலகத்தை நாம் நேசித்து கொண்டிருக்கிறோமோ என்பதையும் நாம் നമ്മെ சற்றும் பார்த்து கொள்ள வேண்டும். നാം ദൈവപുത്രനാണെങ്കിൽ നാം നമ്മുടെ സ്വർഗീയ പിതാവിന്റെ, നമ്മുടെ അപ്പനും അമ്മയും എല്ലാമായ ആ സ്വർഗീയ പിതാവിന്റെ മുമ്പിലാണ് നാം ജീവിക്കേണ്ടത്. നാം தேவனுடைய അതേ പുത്രരായിരുന്നാൽ നമ്മുടെ അപ്പാവും അമ്മാവുമായിരിക്കുന്നതാണ് தேவனுடைய சமூகத்திலே നാം தேவ சமூகத்திலே എപ്പോഴും അതേ தேவனுக்கு பிரியமாக வாழ வேண்டும். അത് ഒരു മറയില്ലാത്തൊരു ജീവിതമാണ്. எந்த விதமான ஒளிமറவில்லாத ஒரு வாழ்க்கையாக அது இருக்க வேண்டும். യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്,
അവൻ പ്രകാശത്തിൽ ഇരിക്കുന്നത് പോലെ നാമും പ്രകാശത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തന്നെ കൂട്ടായ്മയാണ്. 1 யோவானிலே நாம் பார்க்கும் பொழுது அவர் ஒளியா இருக்கிறது போல அந்த ஒளியிலே நாமும் நடந்தால் நமக்கொருவருக்கொருவர் ஐக்கியமாயிருப்போம் என்று அந்த வசனங்களிலே நாம் பார்க்க முடியும். നാം കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, അങ്ങനെ വെളിപ്പെടുവാൻ തക്കോണം എന്നെ ഈ നാളുകളൊന്നും മാറ്റിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. தேவனுடைய சமூகத்தில் நான் ஜெபிக்கும் பொழுது விதமாக ஜெபிக்க வேண்டும். பிதாவே, உம்முடைய சித்தத்தின்படி உம்முடைய சித்தத்தை செய்ய அப்பா எனக்கு கிருபை தாரும், எனக்கு அதுக்குரிய ஞானம் தாரும், பலன் தாரும் என்று சொல்லி தேவ சமூகத்திலே நான் ஜெபிக்க வேண்டும். എനിക്കതിനുള്ള കഴിവും ശക്തിയും ബലവും ഒന്നുമില്ല. அப்படிப்பட்டதான பலமோ ஞானமோ புத்தியோ வல்லமையோ எனக்குள்ள இல்லை. உம்முடைய கிருபையும் உம்முடைய பலனும் எனக்கு தர வேண்டும் என்று அவரிடத்திலே நான் கேட்க வேண்டும். കർത്താവ് പറഞ്ഞല്ലോ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. நம்முடைய கர்த்தராக இயேசு கிறிஸ்து சொல்லும் பொழுது என்னை பிரிந்து உங்களுக்கு ஒன்றுமே செய்ய முடியாது என்று சொன்ன வார்த்தைகளை நான் நினைத்து பார்க்க வேண்டும். മാത്രം എന്റെ സ്വയത്തെ അങ്ങയുടെ മുമ്പിൽ താഴ്ത്തപ്പെടാമോ തകർക്കപ്പെടാമോ അതിനായി സമർപ്പിക്കുന്നു എന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ஓ, என்னுடைய சுயத்தையும் என்னுடைய சிந்தனைகளையும் அதே கர்த்தருக்கு தேவனுக்கு முன்பாகவும் கர்த்தருக்கு முன்பாகவும் அதை முற்றிலுமாக அதை கொன்று விடும்படியாக என்னை அர்ப்பணிக்கிறேன் என்று சொல்லி நான் ஜெபிக்க வேண்டும். ഹല്ലേലൂയ. കേട്ട വചനങ്ങളെ വീണ്ടും വീണ്ടും ധ്യാനിക്കുക, വീണ്ടും വീണ്ടും നമ്മളത് കേൾക്കുക. എന്നെ കർത്താവെ ആത്മീയമായി വളരുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവിലൂടെ അല്ലാതെ നമുക്ക് ആത്മീയമായി വളരാൻ കഴിയുകയും. நான் கேட்டுக்கொண்டிருக்கிற ஓரோ வசனங்களையும் மறுபடியும் திருப்பி திருப்பி நான் தியானிக்க வேண்டும். அதுபோல நம்முடைய வாழ்க்கையில் ஆவிக்குரிய வளர்ச்சியும் அதே சத்தியங்களையும் அதிகமாக ஆணித்தரமாக நம்முடைய இருதயத்திலே பதிக்க முடியும். இவ்விதமாக நம்முடைய வாழ்க்கை உலகத்தில் ஒரு வேறுபட்ட ஒரு வித்தியாசமான வாழ்க்கையிலே தேவனுடைய ராஜ்யத்துக்குள்ளே வாழுகிற வாழ்க்கையை நம்முடைய இந்த உலகத்திலே நாம் வாழ்ந்து காட்டவும் முடியும் என்பதையும் நாம் அறிந்து கொள்ள வேண்டும். ദൈവസന്നിധിയിൽ ഫലമുള്ളവരായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഈ കേട്ട കുഞ്ഞുങ്ങളെയും ഇനി കേട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. தேவனுடைய ராஜ்யத்துக்குரிய ஆவிக்குரிய கனிகளையும் வரங்களையும் பெற்றுக்கொண்டு அதே இந்த வசனங்களை கேட்ட தேவனுடைய பிள்ளைகள் மேலும் இனி கேட்க போறதான தேவனுடைய மக்கள் மேலும் இருக்கும்படியாக நாம் ஜெபிக்கிறோம். അവരുടെ ഭൗതികമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവെ അങ്ങയുടെ അത്ഭുതകരം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. அவருடைய அதே உலகத்துக்குரிய அவங்களுக்கு தேவையான எல்லா உதவிகளும் நீரே பருத்திருந்த நம்முடைய பிள்ளைகளுக்கு அதை வழங்கும்படியாக நாங்கள் ஜெபிக்கிறோம். ശാരീരികമായ ക്ഷീണങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം അങ്ങയുടെ കരം തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. அதே உடம்பிலே பலவீனமாயிருக்கிற பிள்ளைகள் இருந்திருந்தால் அவங்களுடைய பலவீனங்களை மாற்றி அவங்களை பலப்படுத்தும்படியாக நாங்கள் ஜெபிக்கிறோம். എല്ലാത്തിനേക്കാളും ഉപരിയായി ലോകം കൊടുക്കാത്ത അങ്ങയുടെ സ്വർഗീയ സമാധാനത്താൽ കുഞ്ഞുങ്ങൾ നിറയപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കും. எல்லாற்றுக்கும் மேலாக உலகம் தரக்கூடாத தேவனுடைய சமாதானத்தினாலே தேவன் தம்முடைய ஜனத்தை இடகட்டும்படியாக ஜெபிக்கிறோம். സർവമഹത്വവും സ്വർഗീയ പിതാവേ പുത്രനായ യേശു ക്രിസ്തുവിനോട് തന്നെ. ആമേൻ. எல்லா துதி கன மகிமை கர்த்தராகிய இயேசு கிறிஸ்து மூலம் பிதாவாகிய தேவனுக்கு ஏறெடுக்கிறேன். இயேசுவின் நாமத்தில் பிதாவே, ஆமென். தேவனுடைய நாமம் மகிமைப்படுவதாக. வேளையிலும் நம்ம மத்தியிலே வന്ന് ஆவிக்குரிய அநேக ரகசியங்களையும் மர்மங்களையும் சத்தியங்களையும் நமக்கு அதை தேவனுடைய வசனத்தின் அடிப்படையிலிருந்து நமக்கு அதை வெளிப்படுத்தவும் தேவன் தம்முடைய மகனை நம்ம மத்தியிலே பயன்படுத்துவதற்காக தேவனை மகிமைப்படுத்துகிறேன். தொடர்ந்தும் நம்ம மத்தியிலே அதே நேரங்காலங்கள் கிடைக்கும் பொழுதெல்லாம் அது தேவ சமூகத்திலே கடந்து வந்து அந்த காரியங்களிலே தேவனுடைய ராஜ்யத்தின் சுவிசேஷத்தை நமக்கு இன்னும் அதிகமாக அறிவிக்கவும் பலனும் தைரியத்தையும் கிருபையும் நம்முடைய மகனுக்கு தேவன் கொடுக்கும்படியாக நான் ஜெபிக்க கடனாளிகளாயிருக்கிறோம். அவருடைய குடும்பம், அவருடைய அதே போல ஆண்டி அம்மா, பிள்ளைகள், பேர பிள்ளைகள், மருமக்கள் அனைவரும் இந்த தேவனுடைய ராஜ்யத்திற்குள்ளாக மாறும்படி நான் ஜெபிக்க கடனாளிகளாயிருக்கிறோம். அது மட்டுமில்லை, அவர் செய்கிறதான ஊழியங்கள் அந்த இடுக்கி பகுதியிலும் அவர் செய்கிறதான தேவனுடைய காரியங்கள் அதெல்லாம் அவர் மூலம் இந்த வயதிலும் அவர் உழைக்கிற உழைப்பு தேவனுடைய ராஜ்யத்தின் மகிமைக்காக செயல்படுகிறதான ஓரோ காரியங்களும் தேவன் அவர்களுக்கு ஓரோ நாளும் பலனையும்
கிருபையும் தைரியத்தையும் தேவன் அதிகமாக ஆவி ஆத்மா சரீரத்திலே கொடுத்து தேவனருடைய அதிகமாக பலப்படுத்தும்படி ஜெபிக்க நான் கடனாளிகளாയിരിக்கிறோம். അതേ പോലെ കാലലുയ നമ്മുടെ മധ്യയിലെ കടന്നു വന്ന് ദൈവത്തിന്റെ വചനം പങ്കുവെച്ച വിജയിച്ചാനും കുടുംബത്തിനുമായി ദൈവത്തെ ബന്ധപ്പെടുത്തുകയാണ്. ദൈവം അവരെ കൊണ്ട് അത് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വിശേഷമായി ഇടുക്കി ദേശത്തില് അവർ മൂലം ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിന്മേലും ദൈവത്തിന്റെ കരം കൊണ്ടിരുന്ന് ദൈവം അവിരീതമാകെ അവരെ അനുഗ്രഹിച്ച് ദൈവം അവർക്ക് ആയുസ്സും ആരോഗ്യം ബലവും സൗഖ്യം ദീർഘായുസ്സും കൊടുത്ത് അത് ചെയ്യുന്ന ഊഴിയത്തിൻ കാര്യങ്ങൾ പ്രവർത്തന കാര്യങ്ങൾ എല്ലാവിധത്തിലും അവർക്ക് അനുഗ്രഹമായി മാറുവാൻ അവരുടെ കുടുംബങ്ങൾ ആന്റിയമ്മ മക്കൾ അതേ പേരക്കുട്ടികൾ മരുമക്കൾ എല്ലാവരുമേ ദൈവത്തിന്റെ രാജ്യത്തിനുള്ളാக മാറുമ്പടിയും മാറുവാൻ തക്കോളം നാം ചെവിക്ക് പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. തുടർന്നും നമ്മുടെ മധ്യയിലെ അതേ സമയം കാലങ്ങളിലെല്ലാം കടന്നു വന്ന് നമുക്ക് ആത്മീകമായ ആലോചനകൾ തന്ന് അതേ ദൈവവചനത്തിന്റെ ആഴമായ സത്യങ്ങളെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്ന ആ മകനെ ഓർത്ത് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് ആരോഗ്യത്തോട് ബലത്തോട് ദീർഘായുസോട് ദൈവം അവരെ വഴി നടത്തുവാൻ തക്കണം. ദൈവം താമേ കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൻ ആഴത്തിരുന്ന് അതേ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കും. ഇനിയും കണ്ടക്ഷൻ ചെയ്യുന്ന മകൻ കയ്യില് നീതിയുള്ള നേരം കാലങ്ങളെ കൊടുக்கிறேன். ദൈവം താമേ നമ്മെ അനവരെയും അവിരീതமாக ആശീർവദിപ്പാറാകെ.